അപ്പൊ ഗലാത്യ ലേഖനം ഉപദേശ പിശകിനെതിരെ എഴുതിയ ലേഖനമാണ്. ആ ഉപദേശ പിശക് കറക്റ്റ് ചെയ്തവരെ യഥാസ്ഥാനത്താക്കുവാൻ ഓടിച്ച് മുമ്പോട്ട് പോകാം. കൊരിന്ത്യ ലേഖനത്തിന്റെ വിശേഷത ജീവിത പിശക് കണ്ടവരെ കറക്റ്റ് ചെയ്യാൻ എഴുതിയതാണ്. കൊരിന്ത്യ ലേഖനം പഠിക്കുമ്പോൾ നമുക്കറിയാം 10-16 അധ്യായം ഉണ്ട്. ഒന്നാം ലേഖനത്തില് ഓരോ അധ്യായത്തിൽ ഓരോ വിഷയങ്ങളായിട്ട്. ഒന്നാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്നു, രണ്ടാം അധ്യായത്തിൽ ഉപദേശമൊന്നും കൈക്കൊള്ളുന്നില്ല, മൂന്നാം അധ്യായത്തിൽ ഇവരുടെ ഈർഷ്യയും പകയും പിണക്കവും ഒക്കെ ഇരിക്കുന്നു, നാലാം അധ്യായത്തിൽ ചീർക്കുക, അഞ്ചാം അധ്യായത്തിലെ ജാതികളുടെ പോലും ഇല്ലാത്ത നടപടിക്രമങ്ങളാണ്. സ്തോത്രം. ആറാം അധ്യായം പഠിക്കുമ്പോൾ വ്യവഹാരം ഉണ്ടാകുമ്പോൾ കേസും കോടതിയും വഴക്കുമായിട്ട് പോവുക. ഗോത്രകാഴ്ചയുടെ കാഴ്ചയെടുത്ത കേസിന് ഓടുന്ന ഓർത്തോണം, അടിച്ച് നിന്റെ ഇടപാട് ദൈവം തീർക്കും. ഞാനെപ്പോഴും പറയുന്നതാ. അമേരിക്കയിലും ഗൾഫിലും ചുമ്മാ കാശ് കിട്ടുകയല്ല, നന്നായിട്ട് അധ്വാനിച്ചാ ദൈവ കുഞ്ഞുങ്ങൾ ഗോത്രകാഴ്ച ഇടുന്നത്. ചിലപ്പോൾ ഇപ്പം അച്ഛൻ ഇംഗ്ലീഷ് പറഞ്ഞു ഒന്നും എനിക്ക് പിടികിട്ടില്ല, 1 രൂപ ആന്നില്ല, വേണ്ട 1 രൂപ എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ആ 1 രൂപ ആന്നേലും അതിന് വിലയുള്ളതാ. അതെ, ചുമ്മാ തരുവോ? നന്നായിട്ട് അധ്വാനിച്ച് കിട്ടുന്നതാ. അത് കേസിനും കോടതിക്കും വഴക്കിനും ആവശ്യമില്ലാത്ത കാര്യത്തിന് ചെലവഴിച്ചാൽ ദൈവം തന്നെ വിടുകയില്ല. ഏത് പൊന്നുമോനാന്നേലും ദൈവം വിടുകയില്ല. ദൈവത്തിന് സ്തോത്രം. നിനക്ക് വില കൊടുക്കേണ്ടതാ. ആറാം അധ്യായത്തിൽ വ്യവഹാരം. നമ്മൾ ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരില്ലയോ? ലോകക്കാരെ ന്യായം വിധിക്കേണ്ടവരില്ലയോ? നമ്മളെ വിധിക്കാനാണോ പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും വരുന്നത്? സ്തോത്രം. എങ്ങനെ ഇത് പൊറുക്കുന്നു? ആറാം അധ്യായത്തിൽ വ്യവഹാരം വരുമ്പോൾ തർക്കത്തിനും കേസിനും പോകുന്നു. ഏഴാം അധ്യായത്തിൽ കുടുംബ പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവും കുടുംബജീവിതവും ഒക്കെ അവിടെ പ്രശ്നം പരിഹരിക്കുക. എട്ടാം അധ്യായം പഠിക്കുമ്പോൾ വിഗ്രഹാർപ്പണം ഭക്ഷിക്കാമോ ഭക്ഷിക്കാൻ പാടില്ല തർക്കം. കുറച്ച് പേര് ഭക്ഷിക്കാം, കുറെ പേർക്ക് ഭക്ഷിക്കരുത്, തർക്കമാണ്. അതിന് നിവാരണം വരുത്തുക. 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. പൗലോസ് ആരാ? പുള്ളി എന്നാ രക്ഷിക്കപ്പെട്ടെ? പുള്ളിയുടെ രക്ഷിക്കപ്പെട്ടെ? പുള്ളിക്കാരാ കൈവപ്പ് കൊടുത്തേ? എന്നോടൊരുത്തൻ ചോദിച്ചു, ഇത് പറയാതിരിക്കാൻ ഒക്കത്തില്ല, ആരാ കൈവപ്പ് തന്നെന്ന്. ഞാൻ ചോദിച്ചു, ഇതിനൊക്കാരാ കൈവപ്പ് തന്നെ? ഇന്നയാളാ. പുള്ളിക്കാരാ കൈവപ്പ് കൊടുത്തത്? ഇന്നയാളാ. പുള്ളിക്കാരാ കൊടുത്തത്? അറിയത്തില്ല. ഞാൻ പറയാം, ഇന്നയാളാ. പുള്ളിക്ക് കൈവപ്പ് കൊടുത്തത് അത് വേറൊരാളാ. പറഞ്ഞു ഒടുവിൽ പറഞ്ഞു, പിന്നെ കൈവപ്പാരാ? പാസ്റ്റർ പോളാ കൈവപ്പ് കൊടുത്തെന്ന്. പോളിനാരാ കൊടുത്തത്? CMS ഉപദേശി. അപ്പൊ കൈവപ്പ് എവിടെ നിന്നാ കിട്ടിയത്? കർത്താവ് നിന്റെ മേ കൈവക്കട്ടെ. ബർന്നബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലയ്ക്കായിട്ട് അവരെ വേർതിരിപ്പെന്ന് പരിശുദ്ധാത്മാവ് പറയട്ടെ. സ്തോത്രം. ഞാൻ ആ ഭാഗം അങ്ങ് വിടുക. ഇതെല്ലാം പ്രശ്നമാകുമെന്ന് എനിക്കറിയാം. ഏതായാലും പ്രശ്നമായി, നീ കിടക്കട്ടില്ല. ഇനിയിപ്പം ദൈവത്തിന് സ്തോത്രം. കർത്താവ് നിന്റെ മേ കൈവക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുകയാണ്. പൗലോസ് ആരാ? പൗലോസ് യേശുവിനെ കണ്ടിട്ടുണ്ടോ? ഞങ്ങൾ യേശുവിൻ്റെ കൂടെ നടന്നയാളാണ്. യേശു ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. പഴയ വകുപ്പാ. യേശു കിടന്ന കട്ടില്ല. ഇതൊക്കെ ഇപ്പോഴത്തെ ആത്മീയ ലോകത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇനി അപ്പച്ചൻ കിടന്ന കട്ടില്ല. സ്തോത്രം. വ്യക്തിക്കല്ല ഇവിടെ വിശേഷത, ക്രിസ്തുവിനാ, തിരുവചനത്തിനാ വിശേഷത. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുക. 10-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം നിന്നു പാട്ടു അത് പറഞ്ഞത് ദൃഷ്ടാന്തമായിട്ട് തന്നിരിക്കുക. 11-ാം അധ്യായത്തിൽ 2 വിഷയമാണ്. ഉള്ള പാസ്റ്റൊക്കെ പ്രസംഗിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. 2 വിഷയമാണ്. 11-ന്റെ 1 മുതൽ ഫാഷൻ. ഏത് ഫാഷനും കൊണ്ട് സഭയ്ക്കകത്ത് കയറ്റും. ആരാധനയ്ക്ക് വരുന്നത് ഫാഷൻ കാണിക്കാനല്ലേ? നാട്ടിൽ പോയപ്പോൾ മേടിച്ച സാരി, മേടിച്ച ചുടിദാറ്, മേടിച്ച പാൻറ് വന്ന് എന്നാടാ ചുമ്മാ ഒരാഴ്ച മുഴുവൻ ദൈവം തന്നെ നടത്തിയതിന് സ്തോത്രം പറ.
വണ്ടിയില്ലാഞ്ഞിട്ടാണോ, റോഡില്ലാഞ്ഞിട്ടാണോ, അപകടമില്ലാഞ്ഞിട്ടാണോ, അനർത്ഥം വരാഞ്ഞിട്ടാണോ, രോഗമില്ലാഞ്ഞിട്ടാണോ? ദൈവം നിന്നെ സൂക്ഷിച്ചില്ലേ, പരിപാലിച്ചില്ലേ? നന്ദിയോടെ സ്തോത്രം പറ. കയ്യം കെട്ടി ആളുകൾ ചിരിക്കാതെ ദൈവത്തിന് സ്തോത്രം ചെയ്യ. ആയുസ് തന്ന ദൈവം, ആരോഗ്യം ഒരാഴ്ച മുഴുവൻ പരിപാലിച്ചില്ലേ, നടത്തിയില്ലേ? നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം പറ. ഹല്ലേലൂയ. ഏത് ഫാഷൻ അതുടനെ സഭയ്ക്കകത്ത് ഫാഷനുമൊക്കെ പ്രസിദ്ധിയാണെന്നില്ലേ? പാരീസ് അല്ലയോ? കേട്ടിട്ടുണ്ട്, നെഹ്റുവിന്റെ കോട്ടുമൊക്കെ പാരീസിൽ നിന്നായിരുന്നാ കൊണ്ടുവരുന്നത്. ഫാഷനില്ല. പിന്നെ 11-ാം അധ്യായത്തിന്റെ 17 മുതൽ താഴോട്ട്, വിശേഷിച്ച് 23-ാം വാക്യം മുതൽ തിരുമേശയുടെ ഉപദേശം. 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ പറ്റി അറിവില്ലാതിരിക്കരുത്. പ്രവചനമുണ്ട്, നിന്നിട്ടില്ല. അന്യഭാഷ കൊണ്ട് നിന്നിട്ടില്ല. വ്യാഖ്യാനം കൊണ്ട് നിന്നിട്ടില്ല. നമുക്കില്ലെന്നല്ലേ ഉള്ളൂ, നിന്നിട്ടില്ല. സ്തോത്രം. കൃപാവരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. 13-ാം അധ്യായത്തിൽ ശ്രേഷ്ഠവരം ദൈവസ്നേഹം. അത് ചീർക്കുന്നില്ല, നിഗളിക്കുന്നില്ല, അയോഗ്യമായിട്ട് നടക്കുക, സ്വാർത്ഥത അന്വേഷിക്കുന്നത്, എല്ലാം സഹിക്കുന്നു. അതിന്ന് രാത്രി വ്യാപരിക്കട്ടെ. ചിലവരുണ്ട്, ഞാൻ എല്ലാം ക്ഷമിക്കാം, മറ്റേ കാര്യം മാത്രം, ഞാൻ ചത്താലും എല്ലാം എൻ്റെ ഉള്ളിൽ ഇരിപ്പുണ്ട് പാസ്റ്റർ. ഞാനിപ്പോൾ കൺവെൻഷൻ ആയതുകൊണ്ടൊന്നും എല്ലാം എൻ്റെ അകത്തിരിപ്പുണ്ട്. ഞാൻ ചത്താലും നീ ആകാനും ഇച്ചിരി ബുദ്ധിമുട്ടാ, ഇങ്ങനെ കിടക്കും. നമ്മൾ പറയും കൊച്ചമ്മ കണ്ടമാനം വലിക്കുന്നുണ്ടല്ലോ, വലിക്കും, ഇനിയും വലിക്കും. കാരണം ഓരോന്ന് ക്ഷമിക്ക്, പൊറുക്ക്. കർത്താവ് എന്തെല്ലാം ക്ഷമിച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് രാത്രി ഇരിക്കുന്നത്. നിന്റെ സഹോദരനോട് എന്നാ ക്ഷമിക്കാൻ മേലാത്തേ? എന്നാ നീ സഹോദരന് കൈ കൊടുക്കാത്തേ? എന്നാ നീ സഹോദരനോട് വിശുദ്ധ ചുംബനം കൊടുക്കാത്തേ? ചിലർ ചുംബനം കൊടുക്കും, കൊരവള്ളിക്കാ, പിന്നെ നമ്മളൊരു ധാരണയിൽ അങ്ങ് നിൽക്കുക. ക്ഷമിക്ക്. തമ്പുരാൻ എന്തെല്ലാം നമ്മളോട് ക്ഷമിച്ചു. ആ മഹാകരുണയുള്ളത് കൊണ്ടല്ലേ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്നത്. തമ്മിൽ സ്നേഹിക്ക്. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിതാ നൽകുന്നു, തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്ന പോൽ. തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്ന പോൽ. നമ്മൾ രണ്ട് പിച്ചിലാ വരുന്നത്. നവ്യമാമൊരു കൽപ്പന ഞാൻ നിങ്ങൾക്കിന്നിതാ നൽകുന്നു, തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്ന പോ. തമ്മിൽ സ്നേഹിപ്പിൻ, നിങ്ങളെ ഞാൻ എന്ന പോ. അയ്യോ, ഭാവത്തിനൊന്നും കിട്ടിയില്ല. അത് ആടെ അയ്യോ സ്റ്റാലി എന്തുവാ? ആ ജോമോന. എന്തുവാ? എവിടെയെങ്കിലും കിട്ടങ്ങ് ഒപ്പിക്കുക. ഞാൻ അച്ഛാണ്ട് നേരത്തെ പറഞ്ഞതാ. അതെ, അതിശ്രേഷ്ഠമായ വരം 13-ാം അധ്യായത്തിൽ സാക്ഷാൽ ദൈവസ്നേഹം. ഈ കൺവെൻഷനിൽ വന്നവരെല്ലാം തമ്മിൽ ക്ഷമിക്കുന്നവരായിരിക്കണം, പൊറുക്കുന്നവരാകട്ടെ. ചിലപ്പോൾ മാനസികമായി ക്ഷമിക്കാൻ പറ്റാത്ത വാക്കോ പ്രവൃത്തിയൊക്കെ ആയിരിക്കും മറുഭാഗത്ത് നിന്ന് വന്നത്. കർത്താവ് ക്ഷമിച്ചില്ലേ, ക്ഷമിക്കേ. ഈ യോഗം കഴിയുമ്പോൾ കൈ കൊടുത്ത് പിരിയാൻ എത്ര നാളായിട്ട് മിണ്ടാത്തവർ ചിലപ്പോൾ കാണും. കയറിഞ്ഞോട്ടുന്നപ്പോൾ നോട്ടമൊക്കെ ഞാൻ കണ്ട് പലരുടെയും. അങ്ങ് ക്ഷമിക്ക്, കൈ കൊടുക്ക്, കെട്ടിപ്പിടിച്ച് വിശുദ്ധ ചുംബനം കൊടുക്ക്. സഹോദരന്മാർ തമ്മിൽ എവിടെ ടൈപ്പ് ആഞ്ഞ് ഓടുന്നത്? തിന്നേച്ച് കിടക്കല്ലേ, നാളെ നേരം വെളുത്ത് എഴുന്നേറ്റില്ലെങ്കിലോ? ഈ കൈ കൊടുക്കാത്ത പുള്ളി നാളെ വന്ന് കാണും. മനസ്സിലാകുന്നുണ്ടോ? ക്ഷമിക്ക്, പൊറുക്ക്. തമ്പുരാൻ ക്ഷമിച്ചില്ലേ? ദൈവത്തിന് സ്തോത്രം. 13-ാം അധ്യായത്തിൽ ആ കാര്യം വളരെ കർക്കശമായി പൗലോസ് ഓർപ്പിച്ചു. 14-ാം അധ്യായത്തിൽ അന്യഭാഷ പ്രവചനം, വ്യാഖ്യാനം, അത് വിനിയോഗിക്കേണ്ട വിധം, അതിൻ്റെ രീതികളല്ലേ, അത് 14-ാം അധ്യായത്തിൽ.
അവിടെ ഒടുവിലൊരു പ്രയോഗം പറഞ്ഞ സകലത് ഉചിതമായിട്ടും ചന്തമെന്നൊന്നും വേറെ ദിവസത്തിലില്ല, ക്രമമായിട്ടും ഉചിതമായും. സ്തോത്രം. എന്തുവാ ഇംഗ്ലീഷിൽ അങ്ങനെ ഡീസൻ്റ്ലി ആൻഡ് ഓർഡർലി അങ്ങനെ കണ്ടല്ലേ ഒന്ന് പറഞ്ഞ അച്ഛാ. ആ ഒരു ഇംഗ്ലീഷും കൂടി ഇരിക്കട്ടെ, ഞാൻ ഇന്നലെ മുതൽ തുടങ്ങിയതല്ലേ. എല്ലാം ഉചിതമായിട്ട് ക്രമമായിട്ടും. അതാ 14-ാം അധ്യായത്തിൽ പാഠം. 15-ാം അധ്യായത്തിൽ അയ്യോ നമ്മുടെ പ്രത്യാശയുടെ അധ്യായമാ, വിശുദ്ധന്മാരുടെ രൂപാന്തര ഉയർപ്പുമാ. കർത്താവിനായി കാത്തിരുന്നവരും കർത്താവിനായി ജീവിച്ചവരും കർത്താവിൽ നിദ്ര പ്രാപിച്ചവരും ക്രിസ്തുവിന്റെ ആ കാകളതൊനിയെങ്കിൽ അവൻ കർത്താവിൽ മൺമറഞ്ഞ വിശുദ്ധന്മാർ ഉയർത്തവരും ജീവനോടിരിക്കുന്ന വിശുദ്ധന്മാർക്ക് രൂപാന്തരം. രണ്ടു കൂട്ടരും കൂടെ ഒന്നിച്ച് മേപ്പോട്ടൊരു പോക്ക്. 1000 കോടി വാനകോളങ്ങളെ താണ്ടി 1000 കോടി വാനകോളങ്ങളെ താണ്ടി പോയിടും നിൻ മാർഗം ഊഹിക്കാവതോ കാണും ഗഗനതലം അതും അനുജഗണനയും അതിശയിച്ചുയരും വിധൗ തവ ഭാഗ്യമാകി മേയെ വാഴ്ത്താനാവതോ സൗഖ്യം ലേശമെങ്കിലും ഉറപ്പാനാവിതോ സൗഖ്യം ലേശമെങ്കിലും ബാലസൂര്യ കാന്തി കോലും ചേലഴും ചിറാകിനാൽ നീ മേലുലകം കടക്കുന്ന കാഴ്ചയെ പോരാ കനകമണി ഒരു ഗണിക സുതരൊടു സഹിതമാഴിയിലാണിടും തവ ബാബിലോൺ ശിക്ഷയ കോര വീഴ്ചയെ കാൺമാൻ ബാലനീവന്നെ ഗണം നിൻവേഴ്ചയെ കാൺമാൻ ബാലനീവനെ ഗണം നിൻവേഴ്ചയെ മേലിലുള്ള യെരൂശലേമേ കാലമെല്ലാം ഓ മേലിലുള്ള കാലമെല്ലാം കഴിയുന്നു നാളിലെന്നെ ചേർത്തിണേ നിൻ കൈകളിൽ. നാദാ ലളിത കൃപയുടെ വരുജമനുദിനമനുഭവി പതിനരുളണേ സഭയാകുമി പുഷ്പമാം സാധു നൈതലിൽ നിന്റെ പാലനം അല്ലാതെ എന്തി പൈതലിൽ നിന്റെ പാലനം അല്ലാതെ എന്തി ഈ നക്ഷത്രമണ്ഡലങ്ങളെ താണ്ടി നൊടികിട കൊണ്ടങ്ങ് ചെല്ലും. 15-ാം അധ്യായം മാർമിക അധ്യായമാണല്ലോ. സ്തോത്രം, കർത്താവിൻ്റെ മഹത്വം. പിന്നെ 16-ാം അധ്യായം അതെല്ലാവർക്കും അത്ര തൃപ്തി വരുന്ന അധ്യായമല്ല. മനസ്സിലാകുന്ന ഭാഷ പറഞ്ഞ ദശാംശം സ്തോത്രാഴ്ച പോട്ടെ, അങ്ങോട്ട് 16 കയറുന്നേ ഇല്ല, ആരും ഭാരപ്പെടണ്ട. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൊരിന്തിയ സഭ നല്ല സഭയാണ്. കൊരിന്തിനെ പറ്റി 1-ാം അധ്യായത്തിലൊക്കെ വായിക്കുന്നത് ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ടൊരു സഭ, നമ്പർ 1 സഭയാണ്. നമ്പർ 1 ചെല്ലുപടത്തിലെ ഞങ്ങളുടെ സഭയാണ് ടോപ്പ്, നമ്പർ 1. മറ്റേതാ നമ്പർ 1. ഇതുപോലൊരു നല്ല സഭ, അവരെ പറ്റി വായിക്കുന്നത് ഒരു കൃപാവരത്തിലും കുറവില്ലെന്നാ. 1-3 മുതൽ വായിച്ചേ. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും 4-ാം വാക്യം മുതൽ വായിച്ച കണ്ണിക മുതൽ നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എന്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. കൊരിന്ത്യരെ ഓർക്കുമ്പോഴെല്ലാം പൗലോസിന് സ്തോത്രം ചെയ്യാൻ വലിയ താല്പര്യമാണ്. കാരണം അങ്ങനത്തെ അന്തരീക്ഷമായിരുന്നു. ഒരു ശുശ്രൂഷകൻ വിശ്വാസി ഓർക്കുമ്പോഴെല്ലാം സ്തോത്രം ചെയ്യാൻ പ്രേരണ വർദ്ധിക്കണം. ഉദാഹരണമാ ഉടക്കുണ്ടാക്കാനല്ല. കർത്താവേ തോമാച്ചന് വേണ്ടി പ്രാർത്ഥന. സഭയ്ക്ക് അനുരകമാണല്ലോ. കൂട്ടായ്മ മുടക്കത്തില്ല, ആരാധിക്കുകയും പാടുകയും കൈയടിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യും. സഭയുടെ ഒറ്റ യോഗം മുടക്കുന്നില്ല. ആയുസ് കൊടുക്കണം, ആരോഗ്യം കൊടുക്കണമേ, എല്ലാ കാര്യത്തിനും ഉത്സാഹത്തോടെ നിൽക്കുന്നില്ലോ. പ്രായമുണ്ടെങ്കിലും ദൈവം ബലപ്പെടുത്തിയല്ലോ. ഇങ്ങനെ ഉപദേശിമാർ പ്രാർത്ഥിക്കണം, പ്രാർത്ഥിപ്പിക്കണം. മനസ്സിലായോ? ഇതങ്ങനല്ലല്ലോ ചിലയിടത്ത് പ്രാർത്ഥിക്കുന്നത്. താവേ കറിയായി ഇന്നും മാത്രമാണ് നാവിനെ ബന്ധിക്കണമേ.
അവൻ കഴിഞ്ഞ ആഴ്ച വന്നപ്പോൾ ഓടക്കൊണ്ടാക്കി വെച്ചാ പോയത്. അവൻ വന്ന് സിംഹത്തിൻ്റെ ദാനിയേലിന് വേണ്ടി സിംഹത്തിൻ്റെ നാവിനെ അടച്ചു. ദൈവമേ, കറിയായുടെ നാവിനെ. എന്നിട്ട് ഇവൻ കാണാതെ പാസ്റ്റർ ചൂണ്ടിപ്രാർത്ഥി, യേശുവിൻ്റെ നാമത്തിൽ ബന്ധിക്കുന്നു. കാരണം എന്ന് യോഗത്തിന് വന്നാൽ ഇവൻ കുരുക്കൊപ്പിച്ചേ. പൗലോസ് പറഞ്ഞ് ഞരങ്ങിക്കൊണ്ട് ജയിപ്പിക്കരുത്, ജയിപ്പിച്ചാൽ നന്നല്ല. സ്തോത്രം. ഒരു ശുശ്രൂഷകൻ അപാകതകളും ന്യൂനതകളും ഒക്കെ ചിലപ്പോൾ കണ്ടെന്ന് വരാം, മനുഷ്യരല്ലേ. പൊറുക്ക്. ഞാൻ ചോദിക്കട്ടെ, ദാവീദിന്റെ കൈ 2 പ്രാവശ്യം ശൗലിനെ ഏൽപ്പിച്ചല്ലോ, 24, 26. ഒരിക്കൽ അബ്നേരും ശൗലും കിടന്ന് ഉറങ്ങുക. ദാവീദും അബീശായും കൂടെ അങ്ങനെ പോവാ. ദാവീദിന്റെ പെങ്ങടെ പിള്ളേരാണല്ലോ അബീശായിയൊക്കെ, സെരൂയയുടെ മക്കൾ 3 പിള്ളേര്, അബീശായി, അസാഗേല്, യോവാബ്. അസാഗേല് കാട്ടുകലെ പോലെ ശീക്രഗാമി, യോവാബ് കൂടെയുണ്ട്. ശൗലും അബ്നേരും കിടന്നുറങ്ങുമ്പം അവൻ പറഞ്ഞ, അച്ഛാ നല്ല ഉറക്കമാ, തട്ടിയേക്കട്ടെ എന്ന് ചോദിച്ചു. നമ്മളെന്നെ പറയാൻ തീർത്തൊക്കെ ഞാൻ അപ്പുറത്തെ വളവിന് കാണുമെന്ന് പറയും. ദാവീദ് പറഞ്ഞു, തൊട്ടു പോകരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനാ, തുടരുത്. പിന്നെ ദാവീദ് ആ കൊന്തോൻ ജലപാത്രം എടുത്തുകൊണ്ട് വന്ന് ഒന്ന് കൂകി എഴുന്നേറ്റ്. ആ ഭാഗം നിങ്ങൾക്കറിയാം. ഇതുപോലെ 24 ദാവീദും ആൾക്കാരോട് ഗുഹയ്ക്കകത്തിരിക്കുക. അപ്പൊ ശൗലും അവൻ്റെ ഭൃത്യന്മാർ കാൽമടക്കത്തിന് അങ്ങോട്ട് കയറി വരുന്നു. കയറി ഇങ്ങോട്ട് വരവ് കണ്ടപ്പോൾ പെങ്ങടെ പിള്ളേരെടുത്തും പറഞ്ഞാ, നിന്റെ വൈരിയും ശത്രു നിന്നെ ചതച്ച് വഞ്ചിച്ചു കുന്തം കൊണ്ട് ചുരോട് ചേർത്ത് കുത്തി തകർക്കാൻ പദ്ധതി കിട്ടും. നിന്റെ വൈരി ശത്രുമാകുന്ന ശൗലിനെ ദൈവം കൊണ്ടുവരുന്നെന്ന് പറഞ്ഞു. ദൂത് പറയാൻ പോലെ പറഞ്ഞത്. നമ്മളാണ് പറയാം കറക്റ്റ് ദൂത. ഇതുപോലെ ആരും എന്നോട് ഒര വിട്ട് ഞെട്ടിക്കുകയും ചെയ്യും. ദൂത് പറയാൻ പോലല്ലേ പറഞ്ഞേ. നിന്റെ വൈരിയെ ദൈവം കൊണ്ടുവരിക, കേറി വെട്ട്, ഇതുപോലൊരു അവസരം കിട്ടത്തില്ല. ദാവീദ് പറഞ്ഞു, തൊട്ടു പോകരുത്, അവൻ യഹോവയുടെ അഭിഷിക്തനാ. ഈ ഒരു മനോഗതി ഇന്ന് രാത്രി വ്യാപരിക്കട്ടെ. അതാ ക്രിസ്തുവിന്റെ മനസ്സ്. ക്രിസ്തുവിന്റെ മനസ്സിന്റെ ഇന്നലെ ഞാൻ പറഞ്ഞു, ഗദസമനെ പിടിക്കാമെന്നല്ലോ പടയാളികളെല്ലാം കൂടെ. പിടിക്കാമെന്നപ്പോൾ ഒരുത്തന് ഉറ്റിക്കൊടുത്തു ചുംബനം. ആ ചുംബനം കൊടുത്ത് അവൻ ചുംബിക്കാൻ കാര്യമുണ്ട്. ഈ സബ്ജക്റ്റ് വിട്ടു പോകുന്നെന്ന് എനിക്കും അറിയാം. എനിക്ക് അങ്ങനെയൊക്കെ ഒക്കുള്ളൂ കേട്ടോ. വേണേ പോയിന്റ് മാത്രം പറഞ്ഞേച്ച് എന്നാലും വിവേചിച്ച് സംസാരിക്കുന്നതായി എനിക്കിഷ്ടം. യൂദാ ഒറ്റക്കൊടുക്കാനുള്ളതിൻ്റെ ഒരു കാരണം, കർത്താവ് പണ്ട് ബഥാന്യ വന്നപ്പോഴേ ഒരു സഹോദരി സ്വച്ഛജടമാംസി തൈലം ഒരു ഭരണി പൊട്ടിച്ച് യേശുവിൻ്റെ ഈ ബഥാന്യ മാർത്തയുടെയും മറിയയുടെയും വീടാണ്. യെരൂശലേമിന് അടുത്താണ്. ഏതാണ്ട് 3 മൈലെങ്ങാണ്ടാണ്. ഞാൻ പോയിട്ടില്ല, അച്ഛൻ പോയിട്ടല്ലോ. 3 മൈൽ എത്ര മൈല? എന്നാലും 3-നകം ഉള്ളതാട്ട്. ഇച്ചിരി ഇറക്കം പോലാണ്. അല്ല, ഈ പച്ചല്ലൊക്കെ അങ്ങനെ പറയുന്നത് അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. എന്തായാലും യെരൂശലേമിൽ നിന്നൊരു 3 മൈല്. അപ്പൊ യേശു ക്രിസ്തു പലപ്പോഴും ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. ഈ വീടിനെ പറ്റി മാർത്തയുടെയും മറിയയുടെയും വീടാ ബഥാന്യയിലെ വീട്. യേശു വന്നിട്ടുണ്ട്. 2 ഭാഗമാണ്. ചെല്ലു പറയുന്നത് ഇവരുടെ അപ്പൻ കുഷ്ഠരോഗിയായ ശിമോനായിരുന്നെന്ന് ചെല്ലു പറയുന്നു. എന്തായാലും കൊള്ളാം, ഈ വീട് നല്ലൊരു വീടാ. സഹോദരിമാർ 2 പേര്, മാർത്തയും മറിയയും. മാർത്തയും ഒരു വെടിക്കുള്ളത് ഞാനിവിടെ തരാം. മാർത്തയും മറിയയും നല്ല 2 സഹോദരിമാര്. അപ്പൊ യേശു ക്രിസ്തു പലപ്പോഴും ഈ വീട്ടിൽ വന്നിട്ടുണ്ട്. കർത്താവിന്റെ തൃപ്പാനപടത്തിൽ ഈ മറിയ ഇരുന്ന് തിരുവചനം ശ്രദ്ധിക്കും. മാർത്ത ശുശ്രൂഷകളൊക്കെ ചെയ്യും. ശുശ്രൂഷ എന്നുള്ളത് പ്രസംഗിക്കുന്ന മാത്രമല്ല, അടുക്കള ജോലി ചെയ്യുന്നത് ഒരു ശുശ്രൂഷയാണ്. ഞാൻ എൻ്റെ താമസിക്കുന്ന വീട്ടിൽ അച്ചായൻ്റെ കൊച്ചമ്മ തങ്കമാമ ക്യാൻസർ വന്ന് ദൈവം സൗഖ്യം കൊടുത്ത ക്ഷീണമുണ്ടെങ്കിലും എല്ലാം അതാത് സമയത്ത് കൊണ്ട് തരിക. അതൊരു വലിയ ശുശ്രൂഷയാണ്. അമ്മാമ്മ പ്രസംഗിച്ച് ശുശ്രൂഷ ചെയ്യും, അച്ഛമ്മ അതൊരു ശുശ്രൂഷയാണ്. വലിയ ശുശ്രൂഷയാണ്. എന്തായാലും കൊള്ളാം, യേശു കർത്താവിൻ്റെ പാറപടത്തിൽ ഇരിക്കും മറിയ. അങ്ങനെ ഇരിക്കുമ്പോൾ ആ മറിയ സ്വച്ഛ ജഡമാംസി തൈലം കൊണ്ടുവന്ന് പാറപടത്തിൽ ഒഴിച്ചു. അയ്യോ, അതിന് ട്രഷാർ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇവനുടനെ
കൂടെ ഉള്ളവരോട് ചെന്ന് ഈ വാഴ്ചല്ലോ വെറുതെ എന്തിനാ ഇവള് ഉടനെ പുള്ളി ഉടനെ കണക്ക് കൂട്ടി. എനിക്കൊന്ന് പുള്ളി സി എക്കാരനായിരുന്നെന്നാണ് തോന്നുന്നത്. ഉടനെ പുള്ളി കണക്കും പറഞ്ഞു എത്രയാ 300 വെള്ളിക്കാശ്. ഷട്ട് ചെയ്യുന്നത് കൂട്ടിയെന്നുള്ളതാ. മണവടിച്ചാൽ കണക്ക് കൂട്ടുന്ന ആൾക്കാരുണ്ട്. 300 വെള്ളിക്കാശ് ഇത് വിറ്റ് ദരിദ്രന്മാർക്ക് എന്തോ താല്പര്യ ദരിദ്രന്മാരോട്. അവിടെ തന്നെ എഴുതിയിട്ടുണ്ട് ഇവന് ദരിദ്രന്മാരോടുള്ള സഹതാപം കൊണ്ടൊന്നും 3 കാര്യമാണ്. ഒന്ന് ദരിദ്രന്മാരോടുള്ള ഇതുകൊണ്ടല്ല. ഒന്ന് അവൻ കള്ളനാ. അങ്ങനെ തന്നെ അടിച്ച അങ്ങനല്ലേ? ഇവൻ കള്ളനാ, സ്വോത്രകാഴ്ച അടിച്ചു മാറ്റുന്നവനാ. ഒന്ന് ഇവൻ കള്ളൻ, 2 പണസഞ്ചി ഇവന്റെ പക്കല, 3 അങ്ങനെ തന്നെ എഴുതിയേക്കുന്നത്. അതിലിട്ട് വരുന്നത് ഇവൻ എടുക്കും. അതിന് കാരണം ഇവൻ എടുക്കുന്ന ആരും ചോദിക്കത്തില്ല. കാരണം നമുക്ക് സഭയ്ക്കല്ലേ ഓഡിറ്റിംഗ് ഉള്ളത് ആണ്ടോടാണ്ടക്ക്. യേശുവിൻ്റെ അടുക്ക് അങ്ങനൊന്നുമില്ല. കർത്താവ് ഒറ്റ വർഷം പോലും എന്നാൽ കണക്കൊന്ന് വായിച്ച യൂദാച അങ്ങനെ വിഷയമില്ല അവിടെ. സർവജ്ഞാനിയല്ലയോ, അവന് സമുദ്രത്തിൻ്റെ അടുത്തിട്ടൊക്കെ ഊളിയിട്ട് പോയ മത്സ്യത്തിൻ്റെ ഉദരത്തിലിരുന്ന ചാതരതരമ്മ കണ്ടവനാ. നിന്റെ കണക്കൊന്നും ദൈവത്തിന് വിഷയമല്ല. അവന് മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. അവനുമായിട്ടാണ് നമുക്ക് കാര്യം. ഹല്ലേലൂയ. ഇയാൾ പെട്ടെന്ന് കണക്ക് കൂട്ടി. ദരിദ്രന്മാരുടെ കരുണ ഉണ്ടായിട്ടല്ല. ഒന്ന് ഇവൻ കള്ളനാ, 2 പണസഞ്ചി ഇവന്റെ പക്കല, 3 അതിലിട്ടത് ദിവസം തോറും ഇവൻ ചൂണ്ടും. അപ്പൊ ഇവൻ ചിന്തിച്ചത് എടാ ഇന്ന് 300 വെള്ളിക്കാശ്, 300 വെള്ളിക്കാശ് ഫണ്ടിനകത്ത് ഇടുകാരുന്ന എൻ്റെ കാര്യം. കർത്താവ് പറഞ്ഞ അവളെ വിട്. സ്തോത്രം. നിങ്ങൾ ആ ഭാഗവും മർക്കോസിന്റെ സുവിശേഷവും മത്തായിയോട് ചേർത്ത് പഠിച്ചാൽ അന്ന് രാത്രി ഇവൻ അവിടെ നിന്ന് ഇറങ്ങി. യൂദ താഴത്തിൽ നിന്ന് ഇറങ്ങി. അവൻ അന്ന് രാത്രി ഒറ്റാൻ തീരുമാനിച്ചു. മഹാപുരോഹിതനോട് ചെന്നു പൈസ പറഞ്ഞു, ഞാൻ കാണിച്ചു തരാം എന്നാ തരുമെന്ന്. ഞാൻ എൻ്റെ ചില ഭാഗം കൂടെ ചേർത്ത് ആ വചനവും കൂടെ കൂട്ടുപിടിച്ച് പറയാം. ഇവൻ ആദ്യം ചെന്ന് പറഞ്ഞു 300 വെള്ളിക്കാശ് തരാമോ, ഞാൻ ഒറ്റിത്തരാമെന്ന്. കാരണം ഇവിടെ 300 നഷ്ടം വന്നത്, അത് ആഡ് ചെയ്ത് വെക്കാനാ. അവർ പറഞ്ഞു 300 അതിന് കുറച്ച് ഒറ്റാൻ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അവർ ചോദിച്ചു 250. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ ആശയം വരുന്നത് ഞാൻ പറയാൻ പോവാ. 250 എന്നിട്ട് വേറെ അതിന് ആളുണ്ടെന്ന് പറഞ്ഞു. അവരിപ്പം പിന്നെ പിക്നിക്കിന് പോയിരിക്കുക തിരിച്ച്. നല്ല ഒറ്റുകാരുണ്ട്. എന്തിനേറെ 250, 200, 150, 100, 50, ഒടുവിൽ 30 പറഞ്ഞ് ബാർഗെയിൻ ചെയ്ത ഒത്തത്. ഇവൻ ഒത്തു. 30 ഇവൻ ചിന്തിച്ച് 300 രൂപയ്ക്ക് 30 കിട്ടൂല. എന്നാൽ ഇവനെ ഒറ്റും. കാരണം ഇവന്റെ 300 അടച്ചവനാ. ഇവൻ എൻ്റെ 300 വഴിയടച്ച ഇവനെ ഒറ്റും. ഇവൻ അന്ന് രാത്രി ഇറങ്ങി. ദൈവത്തിന് സ്തോത്രം. കർത്താവിനെ ഒറ്റരുത് കേട്ടോ. നീ നന്മ അനുഭവിച്ചതാ. ഇന്ന് ലഭിച്ചതെല്ലാം കർത്താവിനെ കണ്ടതുകൊണ്ടാ. ഒറ്റരുത്. അല്പ പൈസയ്ക്ക് വേണ്ടി ഒറ്റരുതെന്ന്, ഇവിടുത്തെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി ഒറ്റരുത്. സഹോദരന്മാരായ കർത്തദാസന്മാര്, അല്പ പൈസ കിട്ടും, $, ഉപദേശം മാറ്റരുത്, ഒറ്റരുത്. സ്തോത്രം. ഒറ്റപ്പെടേണ്ടി വന്നാലും പ്രമാണത്തിന് വേണ്ടി നിൽക്കുക. നിന്നെ വിടക്കം തന്നെയാലും ധീരതയോടെ നിൽക്ക്. ഉട്ടങ്കി വിറയിച്ചൻ പാടി എന്നാ പറയുന്നത്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അദ്ദേഹം പാടിയൊരു പാട്ടുണ്ടല്ലോ, കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ആമേൻ. കൈപ്പുള്ള വെള്ളം കുടിച്ചിടിലും കൽപ്പന പോലെ നടന്നിടണം. ഏൽപ്പിക്കയിൽ അവൻ ശത്രുകയിൽ സ്വർപൂരം നീയണയും വരയും അഴലേറും
സഹജേ. എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവൻ ക്രിസ്തുവിനെ ഒറ്റി. സ്തോത്രം. ഞാൻ ആ ഭാഗം മുൻപോട്ട് കൊണ്ടുപോകുന്നില്ല, നമ്മുടെ വിഷയത്തിലേക്ക് വരണം. കർത്താവ് ഈ സംഭവം കഴിഞ്ഞ് നമുക്കറിയാം, നമ്മുടെ കർത്താവിനെ പിടിച്ചു, അടിച്ചും ഉപദ്രവിച്ചും ഗദസമനെ വെച്ച് പിടിച്ച് ഒരു കള്ളനെ, കൊള്ളക്കാരനെ കൊണ്ടുപോലെ കൊണ്ടുപോയി 5-6 കോടതി മാറി മാറി വിസ്തരിച്ചു. ജനത്തിൻ്റെ ആരവാരവും ക്രോധവും നിമിത്തം ക്രൂശിക്കാൻ ഏൽപ്പിച്ചു. നിർദോഷിയും നിർമ്മലനും പവിത്രനും പരിശുദ്ധനും, സ്തോത്രം, പാപം ചെയ്യാത്ത, പാപമില്ലാത്ത, പാപമേശാത്ത, പാപമറിയാത്ത, പാപം തീണ്ടാത്ത പരമവിശുദ്ധനെ ക്രൂശിക്കാൻ ക്രൂശിച്ചു. എന്തിനേറെ മുൾക്കിരീടധാരിയായി, മുഖത്ത് രോമമെല്ലാം പിടിതിരക്കപ്പെട്ടവനായി, മുതുക് ഉടവയാല് പോലെ നീളത്തെ കീറപ്പെട്ടവനായി, കന്ന തടിയേറ്റവനായി, കാർക്കിച്ചുള്ള കരുതിക്കുട്ടിയുള്ള തുപ്പലേറ്റവനായി, നിന്ദകളെല്ലാം വഹിച്ച് കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാറി വിരൂപമാക്കപ്പെട്ട ക്രിസ്തു ആമെ കുരിശുമരം ചുമന്ന് പീലാത്തോസിന്റെ കൽത്തളം മുതൽ കാൽവറിയിലേക്ക് നടന്നു. കാൽവറിയുടെ കൊലമരത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ 3 ഇരുമ്പാണികൾ കേൾപ്പിച്ചു കൊടുത്ത് ജീവനെ വിട്ടവൻ ഉറക്ക നിലവിളിച്ചു. മരിച്ച നുറവ് വരുത്തുവാൻ വിലാപ്പുറത്ത് കുത്തി രക്തവും വെള്ളവും ചാടി. ഒടുവിൽ അരിമത്യാക്കാരൻ യോസേപ്പ് രാത്രി വന്ന് നിക്കോദെമോസും കൂടെ ചേർന്ന് പീലാത്തോസിന്റെ അനുമാനത്തോടെ ക്രിസ്തുവിന്റെ തിരുശരീരം ക്രൂശിൽ നിന്ന് ഇറക്കി 100 റാത്തൽ സുഗന്ധ കൂട്ടുള്ള നിർമ്മല ശീലയ്ക്കകത്ത് പൊതിഞ്ഞ് അരിമത്യാക്കാരൻ യോസേപ്പിന്റെ ആരെയും വെക്കാത്ത കല്ലറെ കൊണ്ടടക്കി. നമുക്ക് ഭാഗമൊക്കെ അറിയാം. കല്ലും ഉരുട്ടി വെച്ചു, പടയാളികളെയും കാവലേർപ്പെടുത്തി, മുദ്രയും ചെയ്തു. പക്ഷേ അതിരാവിലെ സഹോദരിമാരെല്ലാം കല്ലറയ്ക്ക് ചെന്നു. പോയ സഹോദരിമാരെ പറ്റി പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അമ്മമ്മ ആരൊക്കെയാ പോയത്? മറ്റല്ല, അവൾക്ക് പോകാതിരിക്കാനൊക്കത്തില്ല. പോയൊക്കെ പിന്നെ അതാ മറ്റേ മറിയ, മറ്റല്ല കാര്യത്തിൽ മറിയ, മറ്റേ മറിയ, പിന്നെ ശലോമി, പിന്നെ തൂസന്ന, പിന്നെ യോഹന്ന, 10 ജോവിനമായിരം മാമേ. അപ്പൊ സൂസന്നെ, യോഗന്നെ, ശലോമിയും മറ്റേ മറിയയും, മറ്റുള്ള കാര്യത്തിൽ മറിയയും. പക്ഷേ ബഥാനിയയിലെ മറിയ പോയില്ല. അവൾ നേരത്തെ ഇത് ചെയ്തേച്ചിരിക്കുക. അവൾക്ക് അവസരം കിട്ടിയപ്പോഴേ കാലെ കൊണ്ട് ഒരു ഭാഗത്ത് കാലിൽ ഒഴിച്ചെന്ന, വേറൊരു ഭാഗത്ത് ശിരസിൽ ഒഴിച്ചെന്ന, എന്തായാലും തകിലും കൊണ്ട് അവൾ രാവിലെ പോയില്ല. കർത്താവ് അതുകൊണ്ടാണ് പറഞ്ഞു, അവളെ വിട്, അവളെൻ്റെ ശവസംസ്കാരത്തിന് വേണ്ടി നേരത്തെ ചെയ്തേച്ചിരിക്കുക. അവസരം കിട്ടുമ്പോൾ ചെയ്തോണം, അവസരം കിട്ടുമ്പോൾ ചെയ്തോണം. കണ്ണിന് കാഴ്ചയുള്ളപ്പം വേറെ പുസ്തകം വായിച്ചോണം, കേൾവിയുള്ളപ്പം വന്ന് തിരുവചനം കേട്ടോണം, ആക്കമുള്ളപ്പം നടന്ന് യോഗത്തിന് വന്നോണം, ശബ്ദമുള്ളപ്പോൾ ഹല്ലേലൂയ പറഞ്ഞോണം. അല്ലെ പിന്നെ വള്ളിയെല്ലാം കൂടെ തൂക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ നടക്കുക. നാളെ എന്ത് സംഭവിക്കുന്ന എനിക്ക് നിങ്ങൾക്കും പറയാനൊക്കത്തില്ല. ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തരുത്. കൈക്ക് ബലമുള്ളപ്പോൾ കൈയടിച്ചോണം, ശബ്ദമുള്ളപ്പം ദൈവത്തെ സ്തുതിച്ചോണം, ആരോഗ്യമുള്ളപ്പം ദൈവത്തെ സേവിച്ചോണം. നിന്റെ അവസരം നഷ്ടപ്പെടുത്തി കളയരുത്. ലഭിക്കുന്ന അവസരം നഷ്ടപ്പെടുത്തരുത്. ഹല്ലേലൂയ. വിറ്റുനട്ടും തിന്നും കൂടി ഒന്നും അറിയാതെയവർ പാർത്തിടുന്നു പാരിൽ. വിറ്റുനട്ടും തിന്നും കൂടി. പാടണ്ടേ ഇനി? പിന്നത് പാടി വല്ല വിലക്കോ വീണാ പിന്നെ അതിന് പ്രാർത്ഥിക്കണം വെറുതെ. തിന്നും കുടിച്ചൊക്കെ പാടാൻ പോലും വയ്യപ്പം. ദൈവത്തിന് മഹത്വം. യേശു വരാൻ കാലമായി. അതെ, ആ ഭാഗമെല്ലാം വിടുക. അപ്പോൾ ഈ കൊരിന്ത്യ വിശ്വാസികളുടെ വിശേഷത, ഇവരെ ഓർക്കുമ്പോഴെല്ലാം പൗലോസിന് സ്തോത്രം ചെയ്യാൻ വലിയ പ്രേരണ. 4-ാം വാക്യം 1:4. നിങ്ങൾക്ക് ക്രിസ്തുയേശുവിൽ നൽകപ്പെട്ട ദൈവകൃപ നിമിത്തം ഞാൻ എൻ്റെ ദൈവത്തിന് നിങ്ങളെ കുറിച്ച് എപ്പോഴും സ്തോത്രം ചെയ്യുന്നു. അടുത്തത്, ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്ന പോലെ. ഭാഷ പറഞ്ഞാൽ നല്ല സാക്ഷ്യമുള്ളവരാ സാക്ഷി പറയാനും അറിയാം. 5 മിനിറ്റ് കൊടുത്താൽ 50 മിനിറ്റ് നല്ല പപ്പും തൂവലും തൊങ്ങലും പൊടിപ്പും വെച്ച് നന്നായിട്ട് അവതരിപ്പിക്കും, സാക്ഷ്യം പറയും.
ക്രിസ്തുവിന്റെ സാക്ഷ്യം നിങ്ങളിൽ ഉറപ്പായിരിക്കുന്നത് പോലെ അവനിൽ അവനിൽ നിങ്ങൾ സകലത്തിലും വിശേഷാൽ എല്ലാത്തിലും ഇവര് നമ്പർ 1 എല്ലാത്തിലും വിശേഷാൽ സകല വചനത്തിലും. അയ്യോ, കൊരിന്ത്യരെ പോലെ വചനം അറിയാവുന്നവര് എന്തോ വചനം കിട്ടും. ഉപദേശിമാര് ഉറുവാക്യം വായിക്കുമ്പോൾ അറിയാം എവിടൊക്കെയാ സ്ഥലം. ഞാൻ പൊതുവെ പറയുന്നില്ല എങ്കിലും പറയാം. പണ്ടൊരു സഭയിൽ ചെന്നപ്പോൾ പോകുന്നിടത്ത് എന്നോട് വേറെ ആൾ, അച്ഛാ അവിടെ ഒരു അമ്മാമ്മയുണ്ട്, വചനമൊക്കെ നല്ല തിട്ടമാ, നമ്മൾ ഏത് വാക്യം എടുത്താലും അമ്മാമ്മയ്ക്ക് അറിയാം ഇന്ന റൂട്ടിൽ കൂടെ. ഇത് നേരത്തെ ഒരു സൂചന തന്നതുകൊണ്ട് ഞാനും അല്പം പ്രാർത്ഥിച്ചും പേടിച്ചു ചെന്നത്. അന്ന് ഞാൻ ഉപവസിച്ചു. ഇതുപോലത്തെ തള്ളമാരുണ്ട് നമ്മൾ. അപ്പൊ ഞാൻ ചെന്നപ്പോൾ അമ്മാമ്മ ഫ്രണ്ടിൽ തന്നെ ആയിരിക്കുന്നത്. അപ്പം ഞാനൊരു വാക്യം വായിച്ചപ്പോഴേ അമ്മാമ്മ എന്നെ നോക്കിയേച്ചേ. ഞാൻ നോക്കുമ്പോൾ ഈ വിരലെല്ലാം താളിനിടെ കയറ്റുക. കാരണം അടുത്ത വാക്യങ്ങൾ ഏതാന്നുള്ളത് അമ്മാമ്മയ്ക്ക് നല്ലേ. അപ്പം അതെല്ലാം ഇങ്ങനെ ഓരോ വിരലിനിടയിൽ ഓരോ താള് കയറ്റി വെച്ചിരിക്കുക. അപ്പം എനിക്ക് വായിച്ചു തരാനാ. എനിക്ക് മനസ്സിലായി, ഞാൻ റൂട്ട് മാറ്റി. അപ്പം ഇന്ന് ആ വഴി ഞാൻ പോകത്തില്ല, വേറൊരു വഴി കൂടെ പോകുന്നുണ്ട് പറഞ്ഞു. ഇവിടെ അതൊക്കെ തന്നെ, ഞാൻ റൂട്ട് മാറ്റി വിടുക. പിന്നെ കൊരിന്ത്യർക്ക് നന്നായിട്ട് വചനം അറിയാം. അവനെ നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും. അയ്യോ, തിട്ടമായി. ഇതുപോലെ വചനതിട്ടമുള്ള വിശ്വാസികൾ വേറെ ഇല്ല. കൊരിന്ത്യരെ പോലെ നല്ല നിശ്ചയം, ബഹുനിശ്ചയം. അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും. ഭയങ്കര പരിജ്ഞാനമാണ് കൊരിന്ത്യർക്ക്. അതുകൊണ്ട് പെട്ടെന്ന് കൈയൊടിക്കോ സ്വോത്രം പറയുമോ ഒന്നും ചെയ്തില്ല. ഇങ്ങനെ ഇരിക്കും പരിജ്ഞാനത്തോടെ. ഇടയ്ക്ക് പരമശിവൻ കണ്ണു തുറക്കുമ്പോഴൊന്ന് ആ തൃക്കണ്ണൊന്ന് നിങ്ങളെ സ്തോത്രമൊക്കെ പറഞ്ഞ് എന്നെയും കൂടെ ഓർത്ത് പ്രാർത്ഥിച്ച് മസിൽ പിടിച്ചൊന്നും ഇരിക്കരുത്. സ്തോത്രം എളിയവനെ ഓർത്ത്. ചിലരുടെ ഇരിപ്പ് കണ്ട് ആരെയും വിഴുങ്ങണ്ടെന്ന് ഓർത്തിങ്ങനെ നമ്മൾ. പിന്നെ എനിക്ക് ദൈവത്തിൻ്റെ കൃപ തന്നതുകൊണ്ട് ചില ഉപദേശിമാരാണ് അവർ ചങ്കിടിച്ച് സ്തോത്രം ഭയങ്കര വചനതിട്ടം. ഇതുപോലെ വചനതിട്ടമുള്ളവർ അവന് നിങ്ങൾ വിശേഷാൽ സകല വചനത്തിലും സകല പരിജ്ഞാനത്തിലും. നല്ല മുന്തിയ വിശ്വാസികളാ, സാക്ഷ്യമുള്ളവരാ, സാക്ഷി പറയുന്നവരാ, വചനത്തിട്ടം, പരിജ്ഞാനം. ഇതുപോലെ നമ്പർ 1 വിശ്വാസികൾ വേറെ ഇല്ല. അടുത്തത് സമ്പന്നരായി തീർന്നു. ഇങ്ങനെ നിങ്ങൾ ഒരു കൃപാവരത്തിലും കുറവില്ലാത്തവരാ. സാധാരണ വരം 9 വരം, പിന്നെയും വേറെ 4 വരങ്ങൾ, എല്ലാം കൂടെ ചേർത്താൽ വിവിധ വരം. സകല വരവും കൊരിന്തിലുണ്ട്. അന്യഭാഷയും പ്രവചനവും ഭാഷകട വ്യാഖ്യാനവും വീര്യപ്രവൃത്തിയും രോഗശാന്തി കടവരവും പരിജ്ഞാനത്തിന്റെ വചനവും ജ്ഞാനത്തിന്റെ എന്ന് വേണ്ട സകല കൃപാവരങ്ങളും കൊരിന്തിൽ. നമ്പർ 1 വിശ്വാസികളാ കൊരിന്തിൽ. ചെല്ലെ പറ്റി പറഞ്ഞു, ഞങ്ങളുടെ സഭ എന്ന് പറഞ്ഞാൽ ടോപ്പ് സഭയാ. സഭയിലുള്ള ആൾക്കാരെല്ലാം വചനത്തിൽ ഭയങ്കര പരിജ്ഞാനമാണ്. അവർ സ്റ്റാൻഡേർഡ് വിട്ട കൈയടിക്കുമെന്നും ഭയങ്കര പരിജ്ഞാനം, വചനത്തെ തിട്ടം പരിജ്ഞാനം, ഒരു കൃപാവരത്തിലും കുറവില്ലാത്ത നമ്പർ 1 സഭ, മുന്തിയ സഭ. ഇത് വേറെ വശം പറഞ്ഞാൽ പുറമേ ഉള്ളൊരു വിലയിരുത്തലൊരു അഭിപ്രായം കൂടാ. പൗലോസ് ശ്ലാഘനീയമായ നിലയിൽ ഇവരെ ഒന്ന് അവതരിപ്പിച്ചതാ 1-ാം അധ്യായത്തിൽ. ഒരു കൃപാവരത്തിനും കുറവില്ലാത്ത നമ്പർ 1 സഭ. എന്തോ നല്ല സഭയാ. എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ കൊരിന്ത്യ സഭയെ നമ്മളൊരു ആരാധനയ്ക്ക് കൂടിയച്ച് പിറ്റേന്ന് ഗലാത്യ സഭയിലോ അല്ലെ ഫിലദൽഫിയയിലെ സഭയിലൊക്കെ ചെന്നാൽ നമ്മൾ പറയും, പ്രിയരെ കഴിഞ്ഞ ആഴ്ച ഞാൻ കൊരിന്തിലായിരുന്നു. അയ്യോ, ഇതുപോലെ അനുഗ്രഹിക്കപ്പെട്ട. അപ്പം ചോദിക്കുക, എന്തോ എങ്ങനെ പാസ്റ്റർ? അയ്യോ, എന്തോ വചനതിട്ടമുള്ള സഭ, എന്തോ പരിജ്ഞാനം, എന്തോ വരങ്ങൾ. നമ്പർ 1 സഭ. നല്ലത്, അഭിനന്ദിക്കുന്നു, ശ്ലാഘിക്കുന്നു. പക്ഷേ 1-ാം അധ്യായത്തിൽ പൗലോസ് ശ്ലാഘനീയമായ നിലയിൽ ഇവരെ അവതരിപ്പിച്ചെങ്കിലും വേറൊരു വാക്യമുണ്ട്, ആത്മാവ് ആഴമറിയും. നമ്മൾ പുറമേ നോക്കിയ അഭിപ്രായങ്ങളൊക്കെ മാർക്കിടുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ആഴമറിയും. ആഴമറിയുന്ന ആത്മാവ് 2:9-10 വായിച്ച 2:9-10. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്നെഴുതിയിരിക്കുന്നത് പോലെ നമുക്കോ ദൈവം തന്നെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. ആത്മാവ് സകലത്തെയും, ആ പദം കണ്ടോ, ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴങ്ങളെയും ദൈവത്തിന്റെ ആഴമറിയും.
ദൈവത്തിന്റെ ആത്മാവ് സകലത്തെ അറിയും. 1-ാം അധ്യായത്തിൽ ശ്ലാഘനീയമായ നിലയിൽ ഇവരെ പറ്റി അഭിനന്ദിച്ച് പറഞ്ഞു. നല്ല സഭ, നമ്പർ 1 സഭ, കൃപാവരമുള്ള സഭ, വെളിപ്പാടുള്ള സഭ, അനുഗ്രഹിക്കപ്പെട്ട സഭ. എന്നാൽ 2-ാം അധ്യായത്തിൽ ഈ സഭയെ നന്നായിട്ടൊന്ന് വിവേചിച്ചു. സഭയുടെ ആഴമറിഞ്ഞ ആഴം. ആത്മാവ് സകലത്തെയും ദൈവത്തിന്റെ ആഴമറിഞ്ഞു. ആഴമറിഞ്ഞ ആത്മാവ് 2 വരെയൊക്കെ നന്നായിട്ടൊന്ന് വിവേചിച്ചു. ഏതാ? അന്യഭാഷ പറയുന്ന, പ്രവചിക്കുന്ന, തൂത് പറയുന്ന, ഭൂതത്തെ ഇറക്കുന്ന, വീര്യപ്രവൃത്തി ചെയ്യുന്ന, വചനപരിജ്ഞാനമുള്ള, ജ്ഞാനാത്മാവി നിറഞ്ഞ ഇവരെയെല്ലാം നല്ലതുപോലെ ആത്മാവൊന്ന് നല്ലതുപോലെ അങ്ങോട്ട് വിവേചിച്ചു. വിവേചിച്ചിട്ട് ആത്മാവ് പറഞ്ഞൊരു പദമുണ്ട്, 3-ന്റെ 1 വായിര്. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയന്മാരോട് പോലെയല്ല, ജഡികന്മാരോട് പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് പോലെ അത്രേ സംസാരിപ്പാൻ കഴിയുള്ളൂ. നല്ല കൃപാവരമുള്ള നമ്പർ 1 വിശ്വാസികളാണ്. പക്ഷെ ഇവരുടെ ആഴമറിഞ്ഞ പരിശുദ്ധാത്മാവ് 3-ാം അധ്യായത്തിൽ പറയും, ഇതൊക്കെ ആണെങ്കിലും സഹോദരന്മാരെ, പ്രവചനം, അന്യഭാഷയും വചനപരിജ്ഞാനം തിട്ടുമൊക്കെ നിങ്ങൾക്കുണ്ട്. പക്ഷെ നിങ്ങളോട് ആത്മീയരോട് സംസാരിക്കുന്നത് പോലൊന്നും ഒന്നും നോക്കത്തില്ല. ഇവർ ആത്മീയരല്ലേ? പരിശുദ്ധാത്മാരെ അങ്ങനൊന്നും സംസാരിക്കാൻ നിങ്ങൾ ആത്മീയരോട് സംസാരിക്കുന്ന പോലെ നിങ്ങളോട് ഒക്കുന്നില്ല. നമ്മൾ ചിലരെ പറ്റി പറയല്ലേ, യോ അമ്മാമ്മ ഭയങ്കര ആത്മാവിന്ന് പറയുക, ആരാധിക്കും, പാടുകയും, പ്രാർത്ഥിക്കും, വചനപരിജ്ഞാനം ഭയങ്കര. പക്ഷെ പുള്ളിക്കാരോട് സംസാരിക്കുന്ന വളരെ ആ ചായ നല്ല വചനത്തിൽ തിട്ടമുള്ള ആളാ, പഴയ പെന്തിക്കോസുകാരനാണ്, നല്ല ആളിനാ, ഭയങ്കര തിട്ടമാണ് എല്ലാം, ഇതുപോലെ ജ്ഞാനവും പരിജ്ഞാനവും വരവൊക്കെ ഉള്ള. പക്ഷെ അച്ഛനോട് സംസാരിക്കുന്ന വളരെ ഇത് തന്നെ എവിടെയും പറഞ്ഞു. നിങ്ങളോട് ആത്മീകരോട് സംസാരിക്കുന്നത് പോലൊന്നും പറ്റുന്നില്ല. അതെന്താ കാരണമുണ്ട്. പരിശുദ്ധാത്മാവ് വെറുതെ ഒന്നും പറയത്തില്ല, എന്തായാലും കാരണം കാണും. നമ്മൾ വെറുതെ ഒത്തിരി കാര്യം പറയും. നമ്മൾ പറയല്ലേ, ഓ പുള്ളി ശരിയല്ല, അതിനെ വേവിച്ച, ഓ ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ, ഉണ്ടോ? സഹോദരി ശരിയല്ല, അതെന്താ, ഓ ഞാൻ വെറുതെ പറഞ്ഞത്. നമ്മൾ വെറുതെ ഒത്തിരി കാര്യം പറയും, പരിശുദ്ധാത്മാവ് വെറുതെ ഒന്നും പറയത്തില്ല. 2-ാം അധ്യായത്തിൽ വിവേചിച്ചു. 3-ാം അധ്യായത്തിൽ പറഞ്ഞു ആത്മീകരോട് സംസാരിക്കുന്നത് പോലെ നിങ്ങളോട്. അതിന്റെ കാരണം 3-ന്റെ 3, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ. മതി, എന്തിനാ ഇനി അധികം വായിപ്പിക്കുന്നേ? നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും. 1-ാം അധ്യായത്തിൽ എന്തൊക്കെയുണ്ട്? സകല കൃപാവരും വിവേചിച്ച് പറഞ്ഞ്, കൃപാവരമുണ്ട്, അന്യഭാഷയുണ്ട്, പ്രവചനമുണ്ട്, വ്യാഖ്യാനമുണ്ട്, വിവിധ ഭാഷയുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ ആ കൂടെ നിങ്ങൾ ശേഷം മനുഷ്യരെ ജഡികന്മാരെ പോലെ. 5-ാം അധ്യായത്തിലേക്ക് ഞാനിപ്പോൾ കയറുന്നില്ല, കാരണം പൊതുസഭയാ, പറയണ്ടല്ലോ, ജാതികളുടെ പോലും ഇല്ലാത്ത. അപ്പൊ ജീവിതത്തിൽ പിശക് സംഭവിച്ച കൊരിന്തിയ വിശ്വാസികളെ ജീവിതത്തിൽ കറക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ഉന്നം വെച്ചെഴുതിയ ലേഖനമാ കൊരിന്തിയ ലേഖനം. വിശുദ്ധീകരണം, വേർപാട്, ഇതൊക്കെയാണ് ഇതിലെ പ്രതിപാദ്യ വിഷയം. സ്തോത്രം. ഇതിനെല്ലാം വ്യത്യസ്തമാ എബ്രായ ലേഖനം. എബ്രായ ലേഖനത്തിലെ വിശേഷത, വിശ്വാസത്തിൽ പിശക് സംഭവിച്ച എബ്രായ വിശ്വാസികളെ ആ വിശ്വാസത്തിൽ ഉറപ്പിച്ച് നിർത്താൻ എഴുതിയ ലേഖനമായ എബ്രായ ലേഖനം. എബ്രായ വിശ്വാസികളെ പഠിക്കുമ്പോൾ ഇവർ സിംഹഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് ഈ മാർഗത്തിലേക്ക് വന്നവരാണ്. യഹൂദന്റെ വിശേഷതകളൊക്കെ തിരുവചനത്തിലുണ്ട്. ഒരു യഹൂദൻ ആ മതവും ആചാരവും അനുഷ്ഠാനം വിട്ടേച്ച് വരിക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല, വലിയ കാര്യമാണ്. യഹൂദനെ കണ്ടാൽ അറിയാം. റോമാലേഖനം 9-ാം അധ്യായത്തിൽ അവർക്ക് വിശേഷത ഒത്തിരി ഉണ്ടെന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവർ ഇസ്രായേല്യർ പുത്രത്വവും തേജസ്സും നിയമങ്ങളും ആരാധനയും വാറ്റത്വവും ന്യായപ്രമാണവും അവർക്ക് പിതാക്കന്മാരും അവർക്ക് മാത്രം തന്നെ. അതുകൊണ്ട് ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവം എന്നും കയറി നമ്മൾ കയറി വിളിക്കരുത്. ജഡപ്രകാരം അല്ല, നമ്മൾ വിളിച്ചാൽ പിന്നെ പല കക്ഷികൾ വരും. മനസ്സിലായല്ലോ? അവിടെ പിതാക്കന്മാരുടെ ദൈവമെന്ന് വൈബ്രേഷനിൽ പ്രാർത്ഥിച്ചാലേ അങ്ങനെയൊക്കെ ചില കയറി അടിക്കും. ഞങ്ങളുടെ പിതാക്കന്മാ വരും.
കുഞ്ഞു കുഞ്ഞെന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. വേളാങ്കണ്ണിൻ്റെ തള്ള വരും കൊച്ചുമായിട്ട്. മനസ്സിലായപ്പോൾ ഇത്ര പറയുന്ന എളുപ്പം. അങ്ങനെ പലരും വരും. അവരെല്ലാം നിരന്ന് വന്നെന്ന് ചോദിക്കും, ഞങ്ങളെ എന്തിനാ വിളിച്ചെന്ന് ചോദിക്കും. നമ്മൾ പറയും ഞങ്ങൾ വിളിച്ചില്ല. അല്ല, നിങ്ങൾ വിളിച്ചു. പിതാക്കന്മാരുടെ നിങ്ങളുടെ പിതാക്കന്മാരെല്ലാം പണ്ട് ഇവിടങ്ങളിലൊക്കെ വന്നിട്ടുള്ളതാ. സ്തോത്രം. അതുകൊണ്ട് പ്രാർത്ഥിക്കും വേണേ ഇങ്ങനെ പ്രാർത്ഥിക്കും, എൻ്റെ ദൈവമേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കും. സ്തോത്രം, സ്തോത്രം. പൗലോസ് പറഞ്ഞ പദമല്ലേ നല്ലത്, എൻ്റെ ഉടയവനും ക്രൈസ്തലോ ഞാൻ സേവിച്ചു നിൽക്കുന്നവനുമായ എൻ്റെ കർത്താവ്. പ്രാർത്ഥിക്ക്, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. രക്ഷ വ്യക്തിപരമാ, കുടുംബപരമല്ലെന്ന്. കുടുംബമായിട്ട് രക്ഷിക്കപ്പെട്ടെന്നുണ്ട്. ആമേൻ. രക്ഷ വ്യക്തിപരമായിട്ട് പ്രാപിച്ചോണം. യേശു ക്രിസ്തു മാത്രം ഏകരക്ഷകൻ, യേശു ക്രിസ്തു മാത്രം ലോകരക്ഷകൻ. യേശു ക്രിസ്തുവിൽ കൂടി അല്ലാതെ രക്ഷയില്ല, മറ്റൊരുത്തനും രക്ഷയില്ല. കർമ്മമാർഗം കൊണ്ട്, പുണ്യപ്രവൃത്തി കൊണ്ട്, ദാനധർമ്മം കൊണ്ടും നേർച്ച കാഴ്ച കൊണ്ടൊന്നും രക്ഷപ്പെടത്തില്ല. രക്ഷപ്പെടാൻ ഒറ്റ മാർഗം, ഒറ്റ വഴി, യേശു ക്രിസ്തു മാത്രം. ആ കർത്താവിനോട് ആമേൻ ബന്ധമുണ്ടായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എബ്രായ വിശ്വാസികളിൽ ഭാഗം ആൾക്കാരും യഹൂദ മതം വിട്ട് ഈ മാർഗത്തിലേക്ക് വന്നവരാ. ഞാൻ ഓടിച്ച ആ ഭാഗം അവസാനിപ്പിക്കുക, പെട്ടെന്ന് അങ്ങ് നിർത്താം. നാളെ വേറൊരു കാര്യം പറയണമെന്ന് ചിന്തയുണ്ട് ഹൃദയത്തിൽ, പ്രാർത്ഥിച്ചൊരുക്കിയിരിക്കുക. അപ്പോൾ ഇങ്ങനെ മാർഗത്തിൽ വന്ന ഇവര് ആരംഭകാലത്ത് വളരെ തീക്ഷണതയോടെ വന്നവരാ. എന്നാൽ ഇടക്കാലം കൊണ്ട് ഇവർ ക്ഷീണിച്ചു. ഇടയ്ക്കത്തൊന്നും ഞാൻ പറയുന്നില്ല, ക്ഷീണിച്ചതിന് 2 വാക്യം തെളിവ്. 6, 12, 12, 12 ക്ഷീണിച്ചവരാ. 6, 12, 12, 12 വേഗത്തിൽ 6ന്റെ 12. അങ്ങനെ നിങ്ങൾ 6, 12 എടുത്തവർ വായിക്കാം, ആർക്ക് വേണേലും വായിക്കാം. അപ്പോൾ ആ വാക്യത്തിന്റെ അർത്ഥത്തിൽ മന്നത, ക്ഷീണിച്ചത് തെളിവാ. 12, 12. ആകയാൽ തളർന്ന കൈയും കുഴഞ്ഞ മുഴങ്കാലും നിവർത്തി. അപ്പൊ ഈ 2 വാക്യം കൂടെ 6, 12, 12, 12 ചേർത്ത് പിടിച്ചാൽ ഇവര് ക്ഷീണിച്ചു, തളർന്നു. മറുവശം ആരംഭകാലത്ത് ഇവര് തീക്ഷ്ണതയോടെ നിന്നവരാ. അതിന് 2 വാക്യം. 10-ാം അധ്യായത്തിന്റെ 32 മുതൽ താഴോട്ടും 6-ാം അധ്യായത്തിന്റെ 9 മുതൽ താഴോട്ടും. 10:32. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം എന്ന് പറഞ്ഞ പ്രകാശനം എന്നുള്ള വിവക്ഷ യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചെന്നർത്ഥം. സാക്ഷാൽ പ്രകാശം, സാക്ഷാൽ വെളിച്ചം, കർത്താവാകുന്ന ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ഹൃദയത്തിലേക്ക് ഇവർ സ്വീകരിച്ചു. എന്നാൽ നിങ്ങൾക്ക് പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡനങ്ങളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചു ആവകെ അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നു. ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം എന്ന് പറഞ്ഞാൽ ഈ പ്രമാണത്തിനും ഈ വിശ്വാസത്തിനും ഈ പ്രതിഷ്ഠയ്ക്കും വേണ്ടി ധീരതയോടെ നിന്നവരാ. നിന്നതിന്റെ വേറൊരു വിശേഷതയാണല്ലോ 6-ന്റെ 9 മുതൽ താഴോട്ട് വായിച്ചേ. എന്നാൽ പ്രിയമുള്ളവരെ, ഞങ്ങളെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്നു, നിങ്ങളെ കുറിച്ച് ശുഭമേറിയതും രക്ഷയ്ക്ക് തോന്നുന്നു വിശ്വസിക്കുന്നു. അടുത്ത വാക്യം. ദൈവം നിങ്ങളുടെ പ്രവൃത്തിയും വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചതിനാലും ശുശ്രൂഷിക്കുന്നതിനാലും തന്റെ നാമത്തോട് കാണിച്ച സ്നേഹവും. അപ്പൊ ആരംഭകാലത്ത് വിശുദ്ധന്മാരെ ഇവര് നന്നായിട്ട്, ഒരു ദൈവദാസനെ ഒരു ദൈവ പൈതലിനെയൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമായി. ഇപ്പോഴോ ഓർത്തൻ എന്നോടല്ല ചോദിച്ചത്, ഞാനിവിടെ നിൽക്കുമ്പോഴാണ് ചോദിച്ചത്. പാസ്റ്റർ പിന്നെയും വന്നോന്ന് അമേരിക്ക. എന്നോട് ചോദിച്ചില്ല. അതൊരു ഭാഗത്താനാ ഒന്നും വേണ്ടിയില്ല. ഞാൻ പറഞ്ഞേടാ ഞങ്ങൾ വന്ന് വെച്ച് പോകുന്നുണ്ട്, നീ വന്നിട്ടോ. ഹൈസ്കൂളിൽ പഠിക്കാൻ വന്ന പിന്നെ ഇവിടെ തന്നെ അങ്ങ് അധികം ഒന്നും പറയുന്നില്ല. നാളെ യോഗം ഉള്ളത് കൊണ്ടാണ്. സ്തോത്രം. വരട്ടെ, കൂട്ടായ്മ കൂടട്ടെ. ഇവിടെ എത്ര തട്ടിപ്പും വെട്ടിപ്പൊക്കെ കാണിച്ചാൽ അവിടെ ചെല്ലുമ്പോൾ പിടിച്ചുകൂടും. പിടികൂടും. സൂക്ഷം പിടിച്ചിരിക്കും. നീ വിധിക്കണ്ട. അന്നറിയാം ഇതേതൊക്കെയാ ശരിയെന്ന്. അങ്ങനെ ആ മനോഗതിയോടെ അങ്ങ് പോവും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. അപ്പൊ ആരംഭകാലത്ത് ഇവർ വളരെ പ്രമാണത്തിന് വേണ്ടി നിന്ന് വിശുദ്ധന്മാരെ ശുശ്രൂഷിച്ചവരാ. കേട്ടിട്ടുണ്ട് ചിലപ്പോൾ നിങ്ങൾ അനുഭവസ്ഥരാ. പണ്ടൊക്കെ നാട്ടിൽ എപ്പോഴും ഞാൻ പറയും, 2 കോഴി മുട്ട ഇട്ടാൽ പഴയ അമ്മമാർ പിള്ളേർക്ക് കൊടുക്കുകയല്ല, കടിഞ്ഞൂ കോഴിയുടെ മുട്ടയാ ചെറുതാ, അത് പാത്ത് വെക്കും. ഉപദേശമാരുടെ തലവട്ടം കാണുമ്പം അത് പുഴുങ്ങി ഒരു ബീലീശ കൊണ്ട് വെക്കും. കട്ടൻ കാപ്പിയാ, കാപ്പിക്കുരു അങ്ങ് വിൽക്കും. കിഴക്കൻ നാട്ടിൽ തൊണ്ട് വറുത്ത് പൊടിച്ചതാ. അതുകൊണ്ട് ഹൈറേഞ്ചിലൊക്കെ തന്നെ പണ്ട് ചക്കരയാ, പഞ്ചാരയില്ല. ഇപ്പം പിന്നെ എല്ലാവർക്കും പഞ്ചാര ഇഷ്ടം പോലെ
ഉണ്ട്, കിലോ കണക്കിനുമായിട്ടാണ് നടക്കുന്നത്. നമ്മൾ കാപ്പി അങ്ങ് കൊടുത്താൽ മതി, പഞ്ചാര അവരുടെ തന്നെ അവരതിൻ്റെ പരുവത്തിന് കലക്കി. അപ്പോൾ പണ്ട് ചക്കരയുടെ ഒരു കഷണവും ഈ കട്ടൻ കാപ്പി. ഹൈറേഞ്ചിലൊക്കെ അങ്ങനെ, ഹൈറേഞ്ചുകാരോട് ചോദിച്ചാൽ പെട്ടെന്ന് പിടി കിട്ടും കുറച്ചുകൂടെ. ചക്കരയിൽ ഒരു കടി, കാപ്പി 1 കുടിയല്ല 3 കുടി കുടിക്കണം. ഓരോ കുടിക്കാകുമ്പോൾ അത് തീരും. ഒരു കടിയുടെ രുചിയിൽ 3 കുടി കുടിച്ചോണം. അപ്പോൾ ഇതൊക്കെയാ പണ്ട്. ആ മുട്ടയും കൊടുക്കുക, സ്തോത്രം പറഞ്ഞ് അത് കഴിക്കും, അങ്ങനെയൊക്കെയാണ്. പക്ഷേ ആ കുടുംബത്തെ ഒന്നും ദൈവം മറന്നിട്ടില്ല. അവരുടെ മക്കളെയും മക്കളുടെ മക്കളെയൊക്കെ ദൈവം മാനിച്ചിട്ടുണ്ട്. അത് ദൈവത്തിൻ്റെ നീതിയും പിന്നെ മക്കളുടെ മക്കൾ ഇപ്പം എങ്ങനെയാണെന്നൊന്ന് ചിന്തിച്ചോണം. അത് നല്ലതാ. പുറകോട്ട് നോക്കുന്നതേ ദൈവം നീതിമാനാ. പ്രൈസ് ദി ലോർഡ്. ഇപ്പം പിന്നെ വിദേശിമാർ ചെന്നാൽ അങ്ങനെ മുട്ട കൊടുക്കാറുമില്ല. അഥവാ തന്നാവിട്ട് കഴിക്കാനും. മോശ കനാൻ നാട് കണ്ട പോലെ മുട്ട കണ്ടേച്ച് ഇതാണ് മുട്ട. എന്നോട് അച്ചായൻ പറഞ്ഞ് ആയുള്ള കാലത്ത് കഴിക്കാനൊന്നും കിട്ടിയില്ല, ഇപ്പം കഴിക്കാൻ ഇഷ്ടം പോയപ്പോൾ അച്ചാന് എന്നോട് ഇന്നലെയാന്നാ പറഞ്ഞേ ഇന്നലെയാന്നാ പറഞ്ഞേ. ആടാ പാവം, ദൈവം അനുഗ്രഹിക്കട്ടെ. ഞങ്ങളാകുമ്പോൾ പിന്നെ ഒരു വീട്ടിൽ താമസിക്കുന്നതുകൊണ്ട് ഉടക്കില്ല. അരിബന്ധമെന്ന് എല്ലാ അരിയും പിടിച്ച് ഞെക്കണം. ഞാൻ ഒന്ന് ഞെക്കിയതേ ഉള്ളൂ, അല്ല ഇതൊക്കെ തന്നെ മൊത്തം അരിയും പിടിച്ച് ഞെക്കണ്ടല്ലോ. അങ്ങനെ സമയം കിട്ടുകയില്ല. ഒരു അരിയെ ഞെക്കിയേ ഉള്ളൂ, എല്ലാ അരിയും ഇവിടെ ഇരിപ്പുണ്ട്. സ്തോത്രം. ഒരു കാര്യം പറയാം, ദൈവമാർഗം കടക്കാരനല്ല. ദൈവദാസന്മാരെയും ദൈവവേലയെ സ്നേഹിച്ചവരെയും ദൈവത്തിൻ്റെ ദാസന്മാരെ ആദരിച്ചവരെയും കർത്താവിൻ്റെ വേലയ്ക്ക് കടുത്ത് വെച്ചവരും ചുമല് കൊടുത്തവരെ മറന്നു കളയുവാൻ നമ്മുടെ ദൈവം അനീതിയുള്ള ദൈവമല്ല. കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നിന്നെയും നിന്റെ സന്തതികളെയും മാനിക്കുന്നൊരു ദൈവമുണ്ട്. മറന്നു കളയുവാൻ അനീതിയുള്ള ദൈവമല്ല. ഞാൻ എല്ലായിടത്തും സഹോദരന്മാരോട് പറയാ, ഒരു നല്ല ഷർട്ട് ഇടാൻ കൊതിച്ചിട്ടില്ലേ? 5-6 ചേട്ടാനിയന്മാരുള്ളടത്ത് ചിലപ്പോൾ ഷർട്ട് കാണുകയല്ല. ചേട്ടൻ ഷർട്ട് തേച്ചിട്ടേച്ച് കുളിക്കാൻ പോയപ്പോൾ അനിയൻ അത് എടുത്തിട്ടുണ്ട്. അവൻ വന്നപ്പോൾ ഷർട്ട് കാണുന്നില്ല. അമ്മ എന്നെ ഷർട്ട് എന്ത് എടുക്കപ്പെട്ടോ? ഇല്ലടാ, അവൻ അങ്ങ് കൊണ്ടുപോയി. ഞാൻ അവൻ നീ അങ്ങ് ഇട്ടുകൊണ്ട് പോവാ. അങ്ങനെയൊക്കെ സഹിച്ചവരുണ്ട്. ഇപ്പം ആ ഡ്രസ്സിംഗ് റൂമിലോട്ട് കയറി ഇങ്ങനെ ഹാങ്കറിൽ ഇങ്ങനെ. കുറ്റമല്ല പറഞ്ഞത്, ദൈവം കടക്കാരനല്ല. അനിയന്മാരെ പഠിപ്പിക്കാൻ വേണ്ടി ചേട്ടന്മാർ പഠിത്തം നിർത്തിയവരുണ്ട് അപ്പൻ്റെ കൂടെ, ഇല്ലേ? അവരെ ആരെയും ദൈവം മറന്നിട്ടില്ല. മക്കൾക്കും ഭാര്യയ്ക്കും അല്ല മക്കൾക്കും പ്രിയപ്പെട്ടവർക്ക്. അച്ഛാ ഞാൻ സമയം എനിക്ക് അച്ഛനെ ഇവിടെ ഇരുന്നു. ഞാൻ എൻ്റെ പരുവത്തിന് പിന്നെ കൃത്യം 29 ഞാൻ നിർത്താം അതിലെ. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. ബാക്കി നാളെയാ. ദൈവത്തെ ഇന്നലെ 29 ഞാൻ നിർത്തിയത്. സൂക്ഷിച്ച് ഇന്ന് അങ്ങനെ തന്നെ നിർത്തും. ദൈവത്തിന് മഹത്വം. അവരെ ആരെയും ദൈവം മറന്നിട്ടില്ല. നിന്നെ ഉയർത്തുന്നൊരു ദൈവമുണ്ട് കേട്ടോ. നിന്നെ ആദരി നിന്റെ സന്തതിക്ക് ദോഷം വരികയില്ല. യഹോവ ഒരു ദോഷവും തട്ടാവണം നിന്നെ പരിപാലിക്കും. അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കത്തില്ല. യഹോവ ഒരു ദോഷവും തട്ടാറാണ് നിന്നെ പരിപാലിക്കും. ഒരർത്ഥവും നിനക്ക് ഭവിക്കത്തില്ല. ഒരു ബാധകം നിന്റെ കൂടാരത്തിലെടുക്കത്തില്ല. നിന്നെ ആദരിക്കുന്ന ഉയർത്തുന്ന മാനിക്കുന്ന ദൈവമുണ്ട്. കരമുയർത്ത് ദൈവത്തെ സ്തുതിക്ക്. ബാക്കി ഭാഗം നാളെ നമുക്ക് ചിന്തിക്കാം. ഒരിക്കൽ കൂടെ കരമുയർത്ത് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തിയോടെ കർത്താവിന് മഹത്വം കൊടുക്കാം. കണ്ടിരുന്നാമത്തിനായി മണ്ണിൽ നിന്നകൽ സഹിച്ചവരെ താൻ തിരുനാമത്തിനായി കൈയടിച്ചേ മണ്ണിൽ നിന്നകൽ സഹിച്ചവരെ അവർ കണ്ടം വരുത്തിടുവാ. എന്റെ കൊച്ചേ എന്നതാ പാടി വെക്കുന്നത്? അതൊരു ബോധവുമില്ല. തന്തിരുനാമത്തിനായി മണ്ണിൽ നിന്നകളെ സഹിച്ചവരെ വന്ന് ബന്ധിതരാക്കി അധർമ്മികൾ അവർക്ക് അന്തവും വരുത്തുമെന്ന്. എന്നാ പിന്നെ പാടായിരിക്കുന്നതാ എന്നതാണോ? തന്തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ സഹിച്ചവരെ തിരുസന്നിധം ചേർത്തു താൻ കൈകളാൽ അവരുടെ കണ്ണുനീർ തുടച്ചിടുവാ. തിരുസന്നിധം ചേർത്തു താൻ കൈകളാൽ അവരുടെ
സഹോദരന്മാർ തമ്മിലും സഹോദരിമാർ തമ്മിലും കരം കൊടുത്ത് വിശുദ്ധ ചുംബനം കൊടുത്താട്ടെ. മാറാ നാല, മാറാ നാല. യേശു വീണ്ടും വരുന്നു. മാറാ നാല. ഒരിക്കലും കൂടെ കരമുയർത്തി ദൈവത്തെ സ്തുതിക്കുക. എനിക്കറിയാം കൃത്യം 9:30 9:30 എന്നോട് പറഞ്ഞത്. നാളെ നമുക്ക് ഇച്ചിരി നേരത്തെ പ്രസംഗം നിർത്തി ആത്മാവിൽ ബലപ്പെട്ടു പോകുവാൻ ദൈവം കൃപ നൽകട്ടെ. ശാന്തമായിട്ടിരിക്കുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിച്ചു. സതീഷ് കുമാർ ഇങ്ങോട്ട് വന്ന് പ്രാർത്ഥിച്ച് ആശ്വാസം പറഞ്ഞ് നമുക്ക് കടന്നു പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്ക് വീണ്ടും പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങളങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. ഇന്ന് രാത്രികാലം നിന്റെ സന്നിധിയിൽ കടന്നു വരുവാനും പാട്ടിൽ കൂടെ അങ്ങേ മഹത്വപ്പെടുത്തുവാനും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം വീണ്ടും കർത്താവെ കേൾപ്പാൻ ഞങ്ങളുടെ ജീവിതം ഒരുക്കിയ സാവകാശത്തിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്ന കർത്താവെ, അതിനായി ഞങ്ങളുടെ ഭൃത്യനെ ഇന്ന് രാത്രിയും അങ്ങ് അധികാരപ്പെടുത്തിയതിനായി ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, നീ അനീതിയുള്ള ദൈവമല്ലല്ലോ. നിനക്ക് വേണ്ടി നിന്നതും നിനക്ക് വേണ്ടി കർത്താവെ കഷ്ടങ്ങൾ സഹിച്ചതും നീ മറന്നുകളഞ്ഞ ദൈവമല്ലല്ലോ കർത്താവെ. ആ ഇബ്രായ വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ വിശ്വാസത്തിൽ അവരെ ഉറപ്പിക്കുവാൻ വേണ്ടി കർത്താവെ അങ്ങയുടെ ദാസനിൽ കൂടി അങ്ങ് നൽകിയ ആ തിരുവചനങ്ങൾക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ പരമാർത്ഥ മനസ്സിനെ ഉണർത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. ഞങ്ങളുള്ള കുറവുകളെ കണ്ട് കർത്താവെ നിന്റെ സന്നിധിയിൽ ഞങ്ങൾ സമ്മതിക്കുന്ന കർത്താവെ, താഴ്ത്തുന്ന കർത്താവെ. നിന്റെ ഹിതത്തിനായി, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ, നിന്റെ മഹത്വത്തിനായി പിന്നെ ജീവിപ്പാൻ നീ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. ഈ യോഗങ്ങൾ ഇവിടെ ക്രമീകരിപ്പാൻ കർത്താവെ ഫീഷമൽ ഘോഷിപ്പാസിനെയും തന്റെ കർത്താവെ തന്റെ കുടുംബത്തെയും റഹബോത്ത് മിനിസ്ട്രീസിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ. ആ പ്രവർത്തനങ്ങളെ അങ്ങ് പിന്നെയും മാനിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകണമേ. ഈ സ്ഥലം സഭയും അങ്ങൊരുക്കനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ പട്ടണത്തിലെ വിവിധ കർത്താവെ ഹല്ലേലൂയ പ്രാന്തപ്രദേശങ്ങൾ താമസിക്കുന്ന ജനത്തെ അങ്ങ് രാത്രികാലം കൂട്ടിവരുത്തിയതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. മടക്കയാത്തിൽ കർത്താവ് എല്ലാവരെയും അങ്ങ് സഹായിക്കണമേ. നാളെ ഒരു പകൽക്കാലം അങ്ങ് ഞങ്ങൾക്ക് ദാനമായി നൽകുന്നെങ്കിൽ കർത്താവേ ഡാലസ് ഫോർട്ട് വർത്തിലെ വിവിധ സ്ഥലങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് കൂടി അങ്ങ് ആരാധിക്കുമ്പോൾ ആത്മാവിലും സത്യത്തിലും അങ്ങ് ആരാധിപ്പാൻ കൃപ നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പാസ്റ്റർ അനീഷ് കാലത്തെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങയുടെ പ്രത്യേക കർത്താവേ നാളെയും കർത്താവ് അധികാരത്തോട് ശുശ്രൂഷിപ്പാൻ അങ്ങ് കൃപയും ബലവും നൽകണമേ എന്ന് ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ആലപിച്ചതിന് മക്കൾക്കായി സ്തോത്രം. ഒരിക്കൽ കൂടെ കർത്താവേ നിന്റെ കരങ്ങളിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിച്ച് സകലമാനത്തിനും പുകഴ്ചയ്ക്കും യോഗ്യനായ കർത്താവിനെ തന്നെ ഞങ്ങൾ വാഴ്ത്തുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കയാൽ ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. വീഴാതെ വണന്നമേ സൂക്ഷിച്ച തന്നെ മഹിമാ സന്നിധിയിൽ നിഷ്കളങ്കരാനത്തോടെ നിർത്തുവാൻ കഴിയുന്ന പിതാവായ ദൈവത്തിന്റെ സ്നേഹപുത്രനായ യേശുവിന്റെ കൃപ, പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ നാം ഏവരോടും ഓർത്ത് പ്രാർത്ഥിച്ച വിഷയങ്ങളോടും വ്യക്തികളോടും ഇന്ന് കടന്ന എല്ലാ ദൈവജനത്തോടും വചന സംസാരിച്ച കർത്താവിന്റെ ദാസനോടും റഹബോത്ത് മിനിസ്ട്രിയോടും പാസ്റ്റർ ശ്യാമൽ കോശിയുടെ തന്നെ കുടുംബത്തോടും കർത്താവിന് വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രി നമുക്ക് ചെയ്യുന്നത് കർത്താവിനെ നമുക്ക് ഒരുമിച്ച് സ്തുതിക്കാമല്ലോ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരേണമേ. ആമേൻ.